ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ ആര് സമ്മതിച്ചില്ലെങ്കിലും നവീനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി അതിനു വേണ്ട കാര്യങ്ങള് ഒറ്റയ്ക്ക് ചെയ്യാൻ എന്റെ തീരുമാനം. എന്നെ കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോന്ന് അച്ഛൻ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? അത് പിന്നെ മോക്കെന്തോ സങ്കടം? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തീർക്കാൻ നിന്റെ അമ്മയില്ല. നവീന്റെ എന്റെ വിവാഹം നടത്താൻ വേണ്ടി അമ്മ എന്തൊക്കെ ബുദ്ധി പ്രയോഗിച്ചു, അതൊക്കെ പൊളിഞ്ഞു പാളീസായില്ലേ. എന്ത് ചെയ്യാനാ മോളെ, നമ്മുടെ എല്ലാ ആശകളും നടക്കണമെന്നില്ലല്ലോ. പക്ഷെ ഈ ആശ നടക്കണം. എനിക്ക് നവീൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അച്ഛൻ. അച്ഛനോട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. എന്റെ കഴുത്തിലല്ലാതെ നവീൻ വേറൊരു പെണ്ണിനെ താലി കെട്ടിയ അതിനപ്പുറം ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്ത് ചാവും. നിനക്ക് അവനോടുള്ള സ്നേഹം മനസ്സിലാവാത്തോണ്ടൊന്നും അല്ല മോളെ. പക്ഷെ ഇതൊക്കെ ആരോടാ ഒന്ന് പറയുക? അമ്മ ഒരു കാര്യം പറയുമ്പോ ആരും ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല അച്ഛൻ. അച്ഛൻ വല്ലപ്പോഴും അല്ലേ എല്ലാരോടും സംസാരിക്കാറുള്ളൂ. അച്ഛൻ പറയുമ്പോ അതവര് ഗൗരവമായിട്ട് എടുത്തോളൂ. ഇതിപ്പം നിന്റെ മുത്തശ്ശിയോട് പറയാന്ന് വെച്ചാ ഒരു രക്ഷയില്ല. നവീനോട് പറഞ്ഞാൽ അതിലും വലിയ കുഴപ്പമാവും. സുമിത്ര പിന്നെ മോൻ പറയുന്ന വാക്ക് മാത്രമേ കേൾക്കൂ. പിന്നെ ആകെ കൂടി ഉള്ളത് അളിയനാ, നന്ദഗോപാൽ. എങ്കിൽ അച്ഛൻ അമ്മാവനോടൊന്ന് സംസാരിക്കും. ഞാനൊന്ന് അളിയനോട് സംസാരിക്കാം. അത് മതി. അമ്മാവനൊരു തീരുമാനം എടുത്താലേ പിന്നെ നവീൻ അത് മറികടക്കില്ല. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട മോളെ. എന്നാലും നമുക്ക് നോക്കാം. വലിയ വായനയിലായിരിക്കുമല്ലേ? നിന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെയല്ല, ഞാൻ ഒരു വിശേഷം ചോദിക്കുന്ന ഫ്ലോയിലൊക്കെ ചോദിച്ചെന്നേ ഉള്ളൂ. അളിയനോട് എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സമയം ഉണ്ടാവൂ? അളിയനോട് സംസാരിക്കാൻ ഇച്ചിരി സമയം നീക്കി വെക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഈ പെമ്മക്കളുള്ള അച്ഛനമ്മമാരുടെ മനസ്സ് ഒരു തീക്കുണ്ടം പോലെ. ഇപ്പോഴത്തെ കാലത്ത് ആൺമക്കളെ നമുക്ക് കുറച്ചെങ്കിലും വിശ്വസിക്കാം. പക്ഷെ പെൺകുട്ടികളുടെ കാര്യം അങ്ങനെയല്ല. സ്വന്തം അനുഭവത്തിൽ നിന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ അല്ലേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ ആൺപിള്ളേരാവുമ്പോ കുറച്ച് മനക്കെട്ടി ഉണ്ടാവുമല്ലോ. പെൺപിള്ളേരുടെ കാര്യം അങ്ങനെയല്ലെന്ന്. എന്തെങ്കിലും ഒരു കാര്യം അവര് മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് നടന്നില്ലെങ്കിൽ ഉടനെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കും. കീർത്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ചുറ്റിവളക്കല് കണ്ടപ്പോഴേ തോന്നി. കാര്യം എന്താന്ന് പറ. അളിയ, നബീന്റെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അളിയന് തോന്നാം. പക്ഷേ സ്വന്തം മോള് ജീവിച്ചിരിക്കണമെന്ന് ഒരച്ഛൻ ആഗ്രഹിച്ചൂടെ? നവീനില്ലാതെ അവൾ ജീവിക്കില്ലെന്നാ പറയുന്നത്. അളിയനൊന്ന് മുൻകൈ എടുത്ത് എല്ലാരോടും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഈ പുറം ബന്ധങ്ങളൊക്കെ നമുക്കെന്തിനാ അളിയ? കീർത്തി നവീനും ആവുമ്പോ അവരൊന്നിച്ച് നന്നായിട്ട് ജീവിക്കില്ലേ? കീർത്തി മോൾ ഇങ്ങോട്ട് വാ. അച്ഛൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ. അമ്മയും മോളും കൂടി ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ വിവാഹം മുടക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അച്ഛനെയും കൂട്ടുപിടിക്കാൻ കരുതി അല്ലേ? അളിയ, അത് എടോ, സ്വയം വിഡ്ഢികളാകുന്നതിന് ഒരു അതിരുണ്ട്. ഇതുവരെ നിങ്ങൾ 3 പേരും കൂടി കാണിച്ചു കൂട്ടിയ ഒരു കാര്യവും ഞാൻ മറന്നിട്ടില്ല. ഇനി എന്തെങ്കിലും കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അളിയനാണ് പെങ്ങളാണെന്നുള്ള പരിഗണന എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഇത്തരം കുഴപ്പങ്ങൾ കൊണ്ട് എന്റെ മുമ്പിൽ വന്നു പോകരുത്. എന്റേന്നല്ല,
ഇവിടെ ആരുടെയും മുമ്പിൽ വന്നു പോകരുത്, മനസ്സിലായ? എടോ, പുത്രി വാത്സല്യമൊക്കെ നല്ലതാ. പക്ഷെ ആ വാത്സല്യത്തിനൊപ്പം അടക്കി ഒതുക്കി അവരെ വളർത്താനും കൂടി പഠിക്കണം. ഉദയം ചെല്ല്. മോളെ, അമ്മാവന്റെ മുന്നിൽ പോയി ഇരക്കാനാണോ ഞാൻ പറഞ്ഞേ? അച്ഛനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? അതിപ്പോ അളിയന്റെ മുന്നിൽ അങ്ങനെയല്ലാതെ ഞാൻ പിന്നെ അച്ഛനെ കൊണ്ട് അതേ നടക്കൂ. അച്ഛനെന്താ അവരുടെ അടിമയാണോ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കാനായിട്ട്? പിന്നെ ഒരു കണക്കിന് അങ്ങനെ അല്ലേ മോളെ? മോളെ, ഈ തറവാട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിട്ടാ പിന്നെ നമ്മൾ എങ്ങോട്ട് പോവും? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയുണ്ടോ നമ്മുടെ കയ്യിൽ? ആരുടെ കുഴപ്പം? കളരിക്കലെ മരുമകനാണെന്നും പറഞ്ഞ് അലക്കി തേച്ചത് വിട്ട് സ്പ്രേയും ചെയ്ത് നടന്നാ പോരാ. എന്തെങ്കിലും പണിയെടുക്കണം, അല്ലെങ്കിൽ പിടിച്ചു വാങ്ങാനെങ്കിലും അറിയണമായിരുന്നു. അല്ലെങ്കിൽ ഭാര്യ വീട്ടിലെ കള്ളച്ചോറുണ്ട് കഴിയുന്ന ഒരു അച്ഛന്റെ മോക്ക് ഇതിനേക്കാളൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. മോള് പറയുന്നതൊക്കെ ശരിയാ. ഒരു നാണവും മാനവും ഇല്ലാത്ത ജീവിതമാ അച്ഛൻ്റെ. കുറഞ്ഞ ശമ്പളത്തിന് എന്തെങ്കിലും ഒരു ജോലിക്ക് പോവാന്ന് വെച്ചാൽ നിന്റെ അമ്മ അത് സമ്മതിക്കില്ല. കൂടിയ ശമ്പളമുള്ള ജോലിക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും വിവരമൊന്നും എനിക്കില്ല. മതി. അച്ഛന്റെ പഴംപുരാണം കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഇവിടെ ആര് സമ്മതിച്ചില്ലെങ്കിലും നവീനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി അതിനു വേണ്ട കാര്യങ്ങള് ഒറ്റയ്ക്ക് ചെയ്യാനാ എന്റെ തീരുമാനം. മോളെ, നീ എന്നെ കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, ഇന്നും ഈ ഡ്രസ് തന്നെയാണോ? നിനക്കെന്താ ഇതിനോട് ഇത്ര കമ്പം? ചിരിക്കണ്ട ചിരിക്കണ്ട. ഇതേ നമ്മൾ അന്ന് മങ്കൊമ്പിലെ ഉത്സവത്തിന് പോയപ്പോ എടുത്തതല്ലേ? അന്ന് കണ്ടവരൊക്കെ പറഞ്ഞു കൃഷ്ണമോളെ എന്ത് സുന്ദരി ചെയ്തിട്ടെന്ന്. അന്ന് തുടങ്ങിയതാ ഏത് നേരവും ഇതിട്ടോണ്ടുള്ള നടത്തം. പക്ഷേ പറഞ്ഞവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇതിടുമ്പഴേ നല്ല സുന്ദരിയ. ഇതെന്താ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ മിണ്ടാത്തെ? ഇതിപ്പോ എന്താ ചെയ്യ? അവള് വന്ന് മുന്നിൽ നിക്കണ മാതിരി തോന്നുന്നു.